എല്ലാവർക്കും ഉയർപ്പ് തിരുനാൾ ആശംസകൾ. ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണല്ലേ. അനന്തമായ പീഡകൾ സഹിച്ച് നമ്മുടെ ദൈവം മുഹൂർത്തത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. നമ്മൾ ബൈബിൾ വചനങ്ങളിലൂടെ കാണുന്നുണ്ട്, കർത്താവ് കുരിശിൽ മരിച്ച് സംസ്കരിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് ബൈബിൾ വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശൂന്യമായ കല്ലറ എന്ന ഭാഗമാണ് ഈശോയുടെ ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നത്. അപ്പം കല്ലറ എന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. കല്ലറ എന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും ഒന്നും കടന്നു ചെല്ലാത്ത അന്ധകാരത്തിൻ്റെ പ്രതീകമാണ് കല്ലറ എന്ന് പറയുന്നത്. അപ്പോൾ ആ കല്ലറയിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതെന്നാണ് ദൈവത്തിൻ്റെ ഉദ്ധാനത്തെ ബൈബിൾ വാക്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിലും നമ്മുടെ മനസ്സും ഒരുപക്ഷെ ശൂന്യമായ കല്ലറയ്ക്ക് സദൃശ്യമായിരിക്കും. അപ്പോൾ ആ മനസ്സിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ തന്നെ അവിടുത്തെ വിളിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തുടർന്നുള്ള ബൈബിൾ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയം കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. നമ്മൾ ഒന്ന് ഈസ്റ്ററിൻ്റെ ഒരു ചിന്താവിഷയമായിട്ട് ഞാനിന്ന് പറയുന്നത്, നമ്മുടെ ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്ത് പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബൈബിൾ ഭാഗങ്ങളെ കാണുന്നുണ്ട്. മഗ്ദലന മറിയത്തിനാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഈശോയെ തിരിച്ചറിയാൻ പലർക്കും ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും ഈശോയെ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. അവിടെ വലിയൊരു മെസ്സേജസ്, അതായത് ഈശോ നമ്മിൽ വസിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സമാധാനം എന്നാണ് ഈശോ അവിടെ ആശംസിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ബൈബിൾ വാക്യങ്ങളിലുടനീളം ഈശോയെ ചെയ്ത ഒരുപാട് രോഗശാന്തികൾ, അത്ഭുത പ്രവൃത്തികൾ, അങ്ങനെ എല്ലാം നമ്മൾ ബൈബിളിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ചുറ്റും നിന്നവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുള്ളപ്പോഴും ഒരുപാട് രോഗങ്ങളാൽ വലയുന്നവരെയും അതുപോലെ ദുഃഖത്താൽ വലയുന്നവരെയെല്ലാം ഓടി നടന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ഈശോയെ, എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ഈശോയെ ഈ ബൈബിൾ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ഈ ഒരു സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. അതായത് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ, നമ്മളെ പരിപാലിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ് നമ്മളെല്ലാവരും യോഗ്യരാവേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ആരൊക്കെ ഈശോയെ അന്വേഷിച്ചോ, അല്ലെങ്കിൽ ആരൊക്കെ ഈശോയെ വിളിച്ചോ, അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന, അവരെയൊക്കെ താങ്ങി നിർത്തുന്ന, അവരെയൊക്കെ സമാധാനിപ്പിക്കുന്ന, അവരെയൊക്കെ അത്ഭുതങ്ങൾ കൊണ്ട് അവരുടെയൊക്കെ മനസ്സ് നിറയ്ക്കുന്ന, അല്ലെങ്കിൽ സമൃദ്ധി നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ സുവിശേഷ ഭാഗങ്ങളിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈശോയുടെ ഈ ഒരു കൃപയ്ക്ക് നമ്മൾ അർഹരാകുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ദൈവവും നമ്മളോട് ചേർന്ന് നിൽക്കുമെന്നാണ് പറയുന്നത്. എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ സ്നേഹം വലയം ചെയ്യുമെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ സങ്കടങ്ങളിൽ നിന്ന് സന്തോഷത്തിലേട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ നൈരാശ്യത്തിൽ നിന്ന് പ്രത്യാശയിലേട്ടുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തെ സ്നേഹിക്കുക വഴി നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഈ ഉയർപ്പ് തിരുനാളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇരുട്ട് നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശം, ദൈവവചനത്തിൻ്റെ ശക്തി നിറയുവാനായിട്ട്, ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ മംഗളങ്ങൾ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.